വിചിത്രവും ഭീകരവുമായ പാവകളെ കൊണ്ട് നിറഞ്ഞ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രേതദ്വീപ് അല്ലെങ്കിൽ ചൈനാംപാസ് എന്ന ഈ ദ്വീപ് മെക്സിക്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മരങ്ങളിലും ചെടികളിലും വീടിന്റെ ചുവരുകളിലുമെല്ലാം പേടിപ്പെടുത്തുന്ന പാവകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പാവകൾക്കു പിന്നിൽ ഒരു കഥയുണ്ട്. ജൂലിയൻ സെന്റാന ബെരാന എന്ന ആർട്ടിസ്റ്റ് 1970കളിൽ ഈ ദ്വീപിൽ എത്തിച്ചേരപ്പെട്ടു. തന്റെ കാമുകിയുമായി പിരിഞ്ഞ ഇയാൾ ഏകാന്തവാസം നയിക്കാനാണ് ഇവിടെ എത്തിയത്. ദ്വീപിൽ പച്ചക്കറികളും പൂക്കളുമൊക്കെ കൃഷി ചെയ്ത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു അയാളുടെ ജീവിതം. ഒരു ദിവസം ബെരാൻ തന്റെ വീടിനോടടുത്ത കനാലിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു. തൊട്ടടുത്ത് ഒരു പാവക്കുട്ടിയും. മരിച്ച കുട്ടിയുടെ ആത്മാവ് ആ പാവയിലുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു തുടങ്ങി. ആ ആത്മാവ് തന്നെ പിന്തുടരുന്നെന്ന് അയാൾ കരുതി. ആത്മാവിനെ സന്തോഷിപ്പിക്കാനായിരുന്നു അയാൾ പാവകൾ ശേഖരിച്ചു തുടങ്ങിയത്. രാത്രിയാകുമ്പോൾ പാവകൾ സംസാരിക്കുമെന്നും കനാലിലൂടെ സഞ്ചരിക്കുന്നവരെ അവിടേക്ക് ക്ഷണിക്കുമെന്നുമെല്ലാം കഥകൾ പ്രചരിച്ചു തുടങ്ങിയതോടെ ആളുകൾ അങ്ങോട്ട് ആകൃഷ്ടരായി. ഇവർക്ക് ദ്വീപ് ചുറ്റിക്കറങ്ങാനുള്ള സ്വാതന്ത്ര്യവും ബരാൻ നൽകി. അതോടെ സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. 2001 ബരാൻ ആ കനാലിൽ തന്നെ വീണു മരിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട അതേ സ്ഥലത്തു തന്നെയാണ് ബരാനയുടെ മൃതദേഹവും കണ്ടത്. ആർക്കും ഈ ദ്വീപിനെ കുറിച്ച് വ്യക്തമായി ഒന്നും അറിയില്ല. ഏറ്റവും അസ്വസ്ഥതയുളവാക്കുന്ന ഈ ദ്വീപിനെ കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു.